നമ്മുടെ മാവേലെ മാങ്ങ പറിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറിക്കാൻ പറ്റാത്തതായിരുന്നു. എന്തായാലും നമ്മുടെ പെങ്ങളുടെ മോൻ വന്ന് മാവേ കയറി അത് പറിച്ച് തന്നു. പറിക്കാൻ ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ പറിക്കുന്ന എല്ലാം തോട്ടിൽ ചാടുവേ. മഴയായിരുന്നു, ഇപ്പോൾ തോട് നിറയെ വെള്ളമായിരുന്നു. തോട്ടിൽ ഇറങ്ങാനും പറ്റാത്തതുകൊണ്ട് മാങ്ങ പറിക്കാൻ പറ്റിയില്ല. മഴ കുറഞ്ഞപ്പം വെള്ളവും കുറഞ്ഞു. പറിച്ച് കിട്ടി. എന്തായാലും തോട്ടിലേക്കാണ് മൊത്തം ചാടിയത് കേട്ടോ. എല്ലാം പെറുക്കിയെടുത്തു, കഴുകി വാരി. വെള്ളമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ അച്ചാർ ഇടുവാണ്. നമ്മൾ അച്ചാർ കൊടുക്കുന്നത് കൊണ്ട് ഇതിൽ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ഇരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ വെള്ളം ഇരുന്ന അച്ചാർ പെട്ടെന്ന് കേടാവുമേ. അപ്പോൾ നമ്മൾ കഴുകി വാരി, ഇന്നലെ തന്നെ കഴുകി വാരി വെച്ചു. വെള്ളമെല്ലാം വലിഞ്ഞു. അതിൽ കൂടുമ്പോൾ കുറച്ചൊക്കെ കേടുണ്ട് കേട്ടോ. കേടൊക്കെ കറക്റ്റ് ചെയ്ത് വേണം അച്ചാർ. എങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ അച്ചാർ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തം അച്ചാറിൻ്റെ പരിപാടിയാണ്. മൊത്തം നോക്കി കൂടി അരിഞ്ഞത് കണ്ടോ, നല്ല പച്ച കേട്ടോ. ഞാനോർത്തിത് പറിക്കാൻ താമസിച്ചത് മാവിൻ്റെ മണ്ടലായതുകൊണ്ടാണ് കേട്ടോ പറിക്കാൻ താമസിച്ചത്. കയറാൻ ആളില്ലാതെ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരിയൊക്കെ പഴുത്തു പോണേനും ഒക്കെ മുമ്പ് പറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ കുറേ മുഴുവനേ ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അച്ചാറാക്കും കേട്ടോ. 2 തരത്തിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം അവരൊക്കെ വിളിച്ചു. നമ്മൾ മറുപടി ഒന്നും പറയാത്ത എന്നാന്നോ, നമ്മുടെ ഫ്രഷ് മാങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാങ്ങവേന്ന് പറിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് പറയാനൊന്നും പറ്റിയില്ല. നമ്മുടെ എല്ലാം മാവൊന്നും ഈ വർഷം കാഴ്ചയില്ല. എന്തായാലും നമ്മുടെ കിളിച്ചുണ്ടമാവ് നമ്മളെ ചതിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ മാങ്ങയാണ് നമ്മളിത് പറിച്ച് അച്ചാറാക്കുന്നത്. പറിച്ച സ്ഥിതിക്ക് നമ്മൾ ഒരൊറ്റ മാങ്ങ പോലും കളയല കേട്ടോ. നമ്മളതെല്ലാം കേടുണ്ട്, കുറേ കേടുണ്ട്. പിന്നെ കുറേ ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം മാറ്റി നല്ലത് മുഴുവൻ നമ്മൾ അച്ചാറാക്കും. നമ്മുടെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ കുറേ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് നമ്മളുടെ ഫാമിലി ഒരു വലിയ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ന്യായമായിട്ടുള്ള അച്ചാർ നമ്മൾ 1 വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്യും. പല കാര്യങ്ങൾക്കും വേണ്ടിയേ നമ്മൾ അച്ചാർ നമുക്ക് ഉള്ള വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മളൊന്നും തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാറില്ല കേട്ടോ. നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ചക്ക വരട്ടിയാണേലും വെച്ചിരിക്കും. നമുക്ക് ഈ വർഷം ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അടുത്ത വർഷം വരെ ഉപയോഗിക്കും കേട്ടോ. നിൽക്കാല്ലേ, ഇതൊരു പുളി, ഭയങ്കര പുളിയായതുകൊണ്ട് ചുരുക്കൊന്നും വേണം. അല്ലെങ്കിലും നമ്മൾ മാങ്ങാച്ചാറിന് വിനാഗിരി ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ.